നമസ്കാരം. സിനിമയിലെ ചില സംഭവങ്ങളെ സിനിമയുടെ ചരിത്രത്തിൽ സിനിമയുടെ ഭൂകമ്പങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിലൊന്നാണ് 1870 സ്ഥാപിക്കപ്പെട്ട ഹോളിവുഡിൻ്റെ രൂപീകരണം. 1870 സെസിൽ ഡിമൽ എന്നുള്ള സംവിധായകൻ, പിന്നീട് അദ്ദേഹം ലോകത്തിലെ വിഖ്യാത സംവിധായകനായിട്ട് മാറി. ഈ സംവിധായകൻ തൻ്റെ സ്ക്വാമാൻ എന്നുള്ള സിനിമയിലൂടെയാണ് ഹോളിവുഡിന് രൂപം കൊടുക്കുന്നത്. അതിനു മുമ്പ് ഗ്രിഫിത്ത് ഒരു കൊച്ചു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നെങ്കിലും അതിനെ അങ്ങനെ സിനിമ എന്നുള്ള രീതിയിൽ അതങ്ങനെ കണക്കാക്കപ്പെടുന്നില്ല. പിന്നീടുണ്ടായൊരു വലിയൊരു ഭൂകമ്പമാണ് 1927 ആദ്യത്തെ ശബ്ദ സിനിമ വാർണർ ബ്രദേഴ്സിൻ്റെ ദി ജാസ് സിംഗർ എന്നുള്ള സിനിമയായിരുന്നു. അത് വലിയൊരു ഭൂകമ്പമായിരുന്നു, സിനിമയിലെ മറ്റൊരു ഭൂകമ്പമായിരുന്നു. പിന്നീട് ഒരു ഭൂകമ്പമായിട്ട് അറിയപ്പെടുന്നത് വാൾ സ്ട്രീറ്റ് ദുരന്തമാണ്. വാൾ സ്ട്രീറ്റ് ദുരന്തം ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഹോളിവുഡ് സിനിമാ കമ്പനികൾ വലിയ കടബാധ്യതകളിലേക്ക് മാറുകയും സിനിമയുടെ നിർമ്മാണ രീതി തന്നെ കലാപരതയേക്കാൾ സാമ്പത്തിക ബോക്സ് ഓഫീസിന് പ്രാധാന്യം കൊടുത്തുള്ള ഒന്നായി മാറുകയും ചെയ്തു. പിന്നീട് സിനിമയിലുണ്ടായ വലിയൊരു ഭൂകമ്പമാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ കളർ ചിത്രങ്ങളുടെ വരവ്. അതോടെ സിനിമ ഒരു വ്യാപാര വസ്തു എന്ന രീതിയിൽ അതിൻ്റെ ഗ്ലാമർ കൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്നൊരവസ്ഥയിലേക്ക് വരികയുണ്ടായി. ചാർലി ചാപ്ലിനെ പോലുള്ള അഭിനയ വിസ്മയത്തെക്കാളുപരി വർണ്ണത്തിന് പ്രാധാന്യം വന്നപ്പോൾ അതിൻ്റെ ഗ്ലാമറുകൾക്കായി പിന്നീട് പ്രാധാന്യം. മറ്റൊന്നാണ് ലോകമഹായുദ്ധം ഉണ്ടായതോടുകൂടി വലിയ രീതിയിൽ സിനിമാ പ്രവർത്തകർ കൂടി ഈ മഹായുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. പടയാളികളായിട്ട് വലിയ രീതിയിൽ അത് സിനിമയെ ബാധിച്ചു. പിന്നീട് ഉണ്ടായ ഒന്നാണ് ഈ ടെലിവിഷൻ്റെ വ്യാപനം. ഈ ടെലിവിഷൻ്റെ വ്യാപനം യഥാർത്ഥത്തിൽ ലോക സിനിമയുടെ തന്നെ ഉണ്ടായ ഒരു വലിയൊരു ഭൂകമ്പമായിരുന്നു. അതോടുകൂടി ഹോളിവുഡ് തന്നെ ഒരു 4 നൂറ്റാണ്ട് കാലം മന്ദീഭവിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് അവർ പുതിയ സങ്കേതങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോൾ 3D, അതുപോലെ 70mm പോലുള്ള പുതിയ വിസ്മയങ്ങൾ, കാഴ്ചയുടെ പുതിയ വിസ്മയങ്ങൾ കാണിച്ചുകൊണ്ട് വീണ്ടും തിരിച്ചു വന്നു. അത് ലോക സിനിമയിലെ മറ്റൊരു ഭൂകമ്പമായി. നമസ്കാരം.